പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള കുറഞ്ഞ ചില സുന്നത്തുകൾ മാത്രം ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ സദസ്സ് നമുക്ക് താൽക്കാലികമായിട്ട് പിരിയാം. ഒന്നാമത്, നമ്മുടെ ശ്രദ്ധയിൽ തീരെ കടന്നു വരാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പെരുന്നാൾ രാവ്. പെരുന്നാൾ രാവ് നമ്മൾ എന്തായാലും ഔട്ടായിരിക്കും, അതല്ലെങ്കിൽ പർച്ചേസിലായിരിക്കും, മറ്റ് മൈലാഞ്ചി വാങ്ങാൻ മറ്റ് സാധനങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയുള്ള കളക്ഷനിലായിരിക്കും ആ സമയം ഉണ്ടാകുക. അല്ല ഒന്നുമില്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ എല്ലാവരും ഒത്തൊന്ന് എൻ്റർടൈൻമെൻറ്റിലായിരിക്കും. പക്ഷേ ആ സമയത്തെ പറ്റി മഹാരഥന്മാർ പറയുന്നത് ഏറ്റവും ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും മഹത്തായ സമയമാണ് പെരുന്നാളിൻ്റെ ആ സമയം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 5 രാത്രികളെ എണ്ണി പറഞ്ഞു. ആ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഈദുൽ അദ്ഹയുടെ രാവ്, പെരുന്നാളിൻ്റെ രാവ്, ആ രാവ് മുഖ്യമായ സമയമാണ്. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. എന്നല്ല, ചില മഹാന്മാർ പറഞ്ഞത് കാണാം, അന്നത്തെ രാത്രി ഒരാൾ ഉറങ്ങാതെ ആ രാത്രി സദാ ആരാധനയിലായി ചെലവഴിച്ചാൽ ലം യമുത് ഖൽബുഹു, അവൻ്റെ ഹൃദയം ചത്തുപോകൂല. നമ്മുടെ മനസ്സ് തകർന്നു പോകുക, ഹൃദയം ഒന്നും നല്ലതിനെ ഒന്നും സ്വീകരിക്കാത്ത, എന്നാൽ എല്ലാ തിന്മകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ സംഗതിയാണ്. ഏറ്റവും നമുക്ക് ആവശ്യമായ സംഗതിയാണ് ഈമാനിൽ സ്ഥിരതയുണ്ടാകുക, നമ്മുടെ ഈമാൻ അത് നിലനിൽക്കുക എന്നുള്ളത്. അതിന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അമലായി, ആരാധനയായി മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം നാം ഹയാത്താക്കിയാൽ, അന്നത്തെ ദിവസം നാം ഉറങ്ങാതെ ആരാധനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയാൽ ആ ഒരു ക്വാളിറ്റി അല്ലാഹു തആല നൽകുമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തത് പെരുന്നാളിൻ്റെ തലേ ദിവസം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തത് പെരുന്നാളിൻ്റെ ദിവസമായി നേരത്തെ നമ്മൾ തക്ബീറിനെ പറ്റി പറഞ്ഞു. തക്ബീർ അറഫ ദിവസത്തിൻ്റെ സുബഹി മുതൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ നിസ്കാര ശേഷവും മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ശേഷം അടക്കം ആ തക്ബീർ ചെല്ലൽ പതിവാക്കൽ സുന്നത്തുണ്ട്. എന്ന പോലെ തന്നെ തലേ ദിവസം ആ ദിവസത്തെ ഒന്ന് പ്രാധാന്യത്തോടു കൂടെ കണ്ട് അന്ന് നമുക്ക് ആവശ്യമായ വിഷയങ്ങളൊക്കെ ചോദിച്ച് ആ രാത്രി പരമാവധി ആരാധന കൊണ്ട് സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മറ്റൊരു കാര്യം, ഇനി നമ്മൾ പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുകയാണ് അല്ലേ, അത് ഫ്രഷായി കുളിച്ച് സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് നല്ല രൂപത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്താണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നിയ്യത്ത് വേണം. ഈ കുളിക്കുമ്പോൾ ഇത് വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി, ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ കുളിച്ച്, എന്ന പോലെ തന്നെ വസ്ത്രം വാങ്ങുമ്പോഴാണെങ്കിലും മഹാരഥന്മാർ പഠിപ്പിച്ചു, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് നിയ്യത്ത് ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ലതായി കാണുന്ന എല്ലാ വിഷയത്തിലും ഈ വിഷയം ഞാൻ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിക്കുന്നു എന്നുദ്ദേശിച്ച് ചെയ്താൽ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ മാറ്റം ഒന്നുകൂടി കൂടും. ആ നിലക്ക് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴാണെങ്കിലും വാങ്ങുമ്പോഴാണെങ്കിലും പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ ചൊല്ലി, എന്ന പോലെ തന്നെ സുഗന്ധം പൂശുമ്പോഴുള്ള അതിൻ്റെ മര്യാദകൾ ശ്രദ്ധിച്ച്, കുളിക്കുമ്പോഴുള്ള മര്യാദകൾ ശ്രദ്ധിച്ച്, കുളിയുടെ സുന്നത്തുകൾ, അതിൻ്റെ മര്യാദകൾ അതൊക്കെ പാലിച്ചുകൊണ്ടുള്ള നല്ല രൂപത്തിലുള്ള കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഏറ്റവും ഉചിതമായത് നടന്നു പോകലാണ്. വളരെ ദൂരമുള്ളവർക്കും ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. അടുത്തുള്ളവർ പരമാവധി ബൈക്കൊക്കെ തൽക്കാലം ഇന്നോടെ വെച്ച് ഒന്ന് നടന്നു വരാൻ വേണ്ടി ശ്രമിക്കുക. അത് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകാൻ വേണ്ടി കാരണമാകും. എന്ന പോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിസ്കാരത്തിൽ പെരുന്നാളിന് പ്രത്യേകമായിട്ടുള്ള പെരുന്നാൾ നിസ്കാരം. ആ നമസ്കാരം അത് പുരുഷന്മാർ പള്ളിയിൽ നിന്ന് നിർവഹിക്കും. പലപ്പോഴും സ്ത്രീകൾ ചിലപ്പോൾ ആ വിഷയം ശ്രദ്ധയിലുണ്ടാകാറില്ല. ഇവിടെയൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവും, പലയിടത്തും ശ്രദ്ധ ഉണ്ടാകലില്ല. അപ്പം അതിൽ ഒന്നുകൂടി നാം ശ്രദ്ധ പുലർത്തി വീട്ടിൽ നമ്മൾ ബിരിയാണി വെക്കലും മറ്റു തിരക്കുകളും അതിനിടയിൽ തന്നെ നമ്മുടെ ആരാധനകളും നമ്മുടെ നമസ്കാരവും അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കറിയാം, ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് വജ്ഹത്ത് കഴിഞ്ഞ ഉടനെ 7 തക്ബീറാണ്. അത് കഴിഞ്ഞ് ഫാത്തിഹ സൂറത്ത് ഓതി 6 റക്അത്ത് കഴിഞ്ഞു. ഇനി അടുത്ത റക്അത്തിലും എന്ന പോലെ തന്നെ 6 റക്അത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 5 തക്ബീറാണ്. ഈ തക്ബീറിന് ശേഷം ബാക്കി ചെല്ലാനുള്ള ഫാത്തിഹയും സൂറത്തും ചൊല്ലി 2 റക്അത്ത് നമസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നമസ്കാരം
അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ ജമാഅത്താണെങ്കിൽ ഇമാമോട് കൂടെ നമസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെ ആണ് നിസ്കരിക്കേണ്ടത്. എന്ന പോലെ തന്നെ ഇനി പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ സാധാരണ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ജുമുഅക്ക് നമ്മൾ ശ്രദ്ധിച്ചത് ആദ്യം ഖത്തീബ് മിമ്പറിൽ കയറി പിന്നെ അതിന് ശേഷം പിന്നെ നിസ്കാരം ഉണ്ടായി. പക്ഷേ നമുക്കറിയാം പെരുന്നാളാകുമ്പോൾ ആദ്യം ഖത്തീബ് ആദ്യം നിസ്കാരം നിർവഹിച്ച ശേഷം പിന്നെ ഖത്തീബ് മിമ്പറിൽ കയറുകയും ഖുതുബ നടത്തലുമാണ് ഉണ്ടാകുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ നിസ്കാരത്തിലുള്ള തക്ബീറുകൾ, 7 തക്ബീർ ചെല്ലേണ്ടത്, 5 തക്ബീർ ചെല്ലേണ്ടത്, അത് നിർബന്ധമായ കാര്യമല്ല, സുന്നത്താണ്. അഥവാ മാനുഷികമായൊരു പിഴവ് സംഭവിച്ചുകൊണ്ട് മറന്നുകൊണ്ട് പെട്ടെന്ന് ഒരു തക്ബീർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുകയോ നിസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നമോ സംഭവിക്കുകയില്ല. അതൊരു സുന്നത്തായ ഒരു കാര്യമായിട്ടാണ് മഹാരഥന്മാർ എണ്ണിയിട്ടുള്ളത്. എന്ന പോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള മറ്റൊരു കാര്യമാണ്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, ഉളുഹിയ്യത്ത്. വലിയ ആരാധനയാണ് ആ ഉളുഹിയ്യത്ത് കർമ്മം. അതും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് നടത്തേണ്ടത്. ആ ഉളുഹിയ്യത്തിൻ്റെ കർമ്മത്തിൽ കൂടി ഷെയർ ചെയ്യാൻ ഇനിയും താല്പര്യപ്പെടുന്നവർ പെട്ടെന്നതിൽ കൂടി അതിൻ്റെ കൂടി പ്രതിഫലം കരഗതമാക്കുക എന്നുള്ളത് ഈ പെരുന്നാളിനോട് നാം പുലർത്തേണ്ട ഒരു മര്യാദയാണ്. മറ്റൊന്ന്, നാം പരസ്പരം കുടുംബങ്ങളെ സന്ദർശിച്ച് അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈദിൻ്റെ സന്തോഷങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബ ബന്ധം അത് പുലർത്താൻ മഹാരഥന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് അല്ലാഹു തആല ദീർഘായുസ് നൽകുന്നവരാണ്. ഒരുപാട് കാലം ജീവിക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് ആയുസ് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ അതിനുള്ളൊരു എളുപ്പവഴിയായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ് കുടുംബ ബന്ധം യോജിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ അയൽവാസികളുടെയും കുടുംബങ്ങളെയും ഒക്കെ സന്ദർശിച്ച് അതിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ നന്മയുടെ ഒരു പെരുന്നാളായിട്ട് നമുക്ക്